Okay, now mark your attendance. Okay, എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തേ. ഗാത്രി കുട്ടി എന്തോ പറയുന്നുണ്ടല്ലോ, എന്താ പറഞ്ഞ? മോള് പറയുന്ന മിസ്സിനെ കേൾക്കുന്നില്ല. എന്ത് പറ്റി? കേൾക്കുന്നില്ലല്ലോ. PRESENT. You learned the spelling of present. Present spelling എല്ലാരും പഠിച്ചു അല്ലേ? മിടുക്കന്മാര്. Very good. Okay. So, in the last class, we learned about machines, right? നമ്മള് എന്തിനെ കുറിച്ചാണ് പഠിച്ചേ? We learned about machines. മെഷീൻസിനെ കുറിച്ചല്ലേ നമ്മൾ പഠിച്ചത് അല്ലേ? Yes. Very good. മെഷീൻസിനെ ആരുണ്ടാക്കിയതാ? Machines are machines natural? Yeah, very good. Machines natural ആണോ human made ആണോ? Very good. Very good. Very good. Machines are human made things. Okay. For what we are using machines? എന്തിനു വേണ്ടിയാ നമ്മൾ machines ഉപയോഗിക്കുന്നേ? For what we are using machines? Okay, very good. People use machines to make their work easier and quicker. എന്തിനാണ്? To make our work easier and quicker. നമ്മുടെ ജോലി എളുപ്പമാക്കാനും പെട്ടെന്ന് ചെയ്തു തീർക്കാനും അല്ലേ? ഒരുപാട് കഷ്ടപ്പാടൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യേണ്ടത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണല്ലേ നമ്മൾ മെഷീൻസ് യൂസ് ചെയ്യുന്നത് അല്ലേ? Yes. Yeah. Yes. People use machines to make their work easier and quicker. People മനുഷ്യന്മാരുടെ വർക്ക് ഈസിയും പെട്ടെന്ന് ചെയ്ത് തീർക്കാനും ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് തീർക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ മെഷീൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ. Each machine does a different kind of work. Each machine does a different kind of work. Do എന്ന് പറഞ്ഞ മീനിങ് എന്താ? Do. What's the meaning of the word do? Do. Do means? Very good. Very good. അതല്ലേ do എന്ന് പറഞ്ഞ ചെയ്യുക. അപ്പോ ഒരുപാട് ഓക്കെ do എന്ന് പറഞ്ഞ ചെയ്യുക. മെഷീൻ എന്ന് പറയുമ്പോ ഒരു സാധനല്ലേ ഉള്ളൂ. There is a single thing അല്ലേ? മെഷീൻ. ഒരു മെഷീൻ. ഓക്കെ. മെഷീൻ ഓക്കെ മെഷീൻ ഡു എന്നതിന് പകരം ഒരു മെഷീനെ ഉള്ളത് കൊണ്ട് നമ്മൾ മെഷീൻ ഡസ് എന്നാ പറയാ കേട്ടോ. ഒരു മെഷീൻ ഉള്ളപ്പോ ഒരുപാട് മെഷീൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഡു എന്ന് പറയായിരുന്നു. മെഷീൻസ് ഡു എന്ന് പറയായിരുന്നു. ഒറ്റ മെഷീനെ ഉള്ളതുകൊണ്ട് മെഷീൻ ഡസ് എന്ന് പറയും. ഓക്കെ. അതുകൊണ്ടാട്ടോ നിങ്ങൾക്ക് ഇതിപ്പോ ചിലപ്പോ മനസ്സിൽ കയറണമെന്നില്ല. മീൻസ് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. Each machine does a different kind of work. Different എന്ന് പറഞ്ഞാൽ പല പല അല്ലേ? വ്യത്യസ്തമായതല്ലേ? Each machine does a different kind of work. എന്താ അത് പറഞ്ഞത്? ഓരോ മെഷീനും എല്ലാ മെഷീനും സെയിം വർക്ക് ആണോ ചെയ്യുന്നത്? നമ്മുടെ ചുറ്റുമുള്ള എല്ലാ മെഷീനും ഒരേ വർക്ക് ആണോ ചെയ്യുന്നത്? സെയിം വർക്ക് ആണോ ചെയ്യുന്നത്? No. Each machine. No. Very good. Okay. Very good. Very good. Each machine does a different kind of work. Different kind of work അല്ലേ? Different works ആണല്ലേ ചെയ്യുന്നത്? Same works അല്ല, different works ആണ് ചെയ്യുന്നത്. Clear? Is that Nigel dancing there? Who is that? Is it Angel or Nigel? Where is Nigel? Nigel ക്ലാസ്സിലെ Nigel ഇല്ലേ?
Where did you go, Nigel? Class time il evadeyum povarudhu. Class il thanne irikkanam. Kettallo? Okay. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ടിയല്ലേ മിസ് ക്ലാസ് എടുക്കണം. അപ്പൊ മിസ്സിനെ തന്നെ ശ്രദ്ധിച്ചിരിക്കണ്ടേ? നിങ്ങൾക്ക് ഇതെല്ലാം പഠിക്കണ്ടേ? നിങ്ങൾക്കെല്ലാം നല്ല കുട്ടികളാവണ്ടേ? സ്മാർട്ട് കുട്ടികളാവണ്ടേ? ഓക്കെ, ലിസൺ. അപ്പോ ഇപ്പൊ നമ്മൾ മെഷീൻസ് കുറെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഇൻ അവർ ഹൗസ് ദർ ആർ ലോട്ട് ഓഫ് മെഷീൻസ്. ടി വി നിങ്ങൾ കാണലുണ്ട്. ടി വി ഇസ് എ മെഷീൻ, റൈറ്റ്? അമ്മ വാഷിംഗ് മെഷീനിൽ ചിലപ്പോൾ തുണി അലക്കുന്നുണ്ടാവും, ക്ലോത്ത്സ് വാഷ് ചെയ്യുന്നുണ്ടാവും. വാഷിംഗ് മെഷീൻ ഇസ് എ മെഷീൻ. ആ പേര് തന്നെ ഉണ്ടല്ലേ മെഷീന്. ഫ്രിഡ്ജ് ഉണ്ട് നമ്മുടെ വീട്ടിലല്ലേ? സാധനങ്ങൾ. യെസ്, കേട്ടില്ല. ടെൽ മീ വൺസ് അഗൈൻ. Fridge, very good. Mixie, fridge. Okay. Fridge. Yeah. There are lot of machines in our house. Page number 8. Kore machines നിങ്ങൾക്ക് അറിയാലേ? You know many machines. You know the name of many machines അല്ലേ? ഒരുപാട് മെഷീൻസിന്റെ പേരറിയാം. ഇപ്പൊ നിങ്ങളുടെ റൂമിൽ തന്നെ കുറെ മെഷീൻസ് ഉണ്ടാവും അല്ലെ? നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ഏതെല്ലാം? ഒന്നെങ്കിൽ ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ആയിരിക്കും അല്ലേ? ദിസ് ഫോൺ ഓർ ദാറ്റ് കമ്പ്യൂട്ടർ ഇസ് അഗെയിൻ എ മെഷീൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ചുറ്റും മെഷീൻസ് ആണ്. നമ്മള് മിക്ക കാര്യങ്ങളും മെഷീൻസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നതല്ലേ? ഓക്കെ. Okay, I'm going to tell you about some smart machines. Namade? What did you say? Say it again. Okay. So, മെഷീൻസ് എല്ലാം നല്ല സ്മാർട്ട് ആയിട്ടുള്ള മെഷീൻസ് ഉണ്ട് അല്ലേ? മെഷീൻസ് ഉണ്ട്. മെഷീൻസ് എല്ലാം നമ്മുടെ വർക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിലും സ്മാർട്ട് ആയിട്ടുള്ള മെഷീൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്നറിയോ? The first one is our computer. നമ്മുടെ കമ്പ്യൂട്ടർ ഒരു സ്മാർട്ട് മെഷീൻ ആണല്ലേ? യെസ്. പിന്നെ സ്മാർട്ട് കാർസ് ഉണ്ട്. അതും ഒരു സ്മാർട്ട് മെഷീൻ ആണ്. എയ്റോപ്ലെയിൻ, ബൈക്ക്. എന്താ നോക്കി വായിക്കാണോ? മിസ് അതല്ല പറയുന്നേ. അങ്ങോട്ടേക്ക് മിസ് വരുന്നതേ ഉള്ളൂ. ലിസൺ ടു മീ. ഡോണ്ട് ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്. ലിസൺ ടു മീ. ഓക്കെ, ഐ ടോൾഡ് യു ഐ എം ടോക്കിംഗ് അബൌട്ട് സ്മാർട്ട് മെഷീൻസ്. സ്മാർട്ട് മെഷീൻസ് ഏതൊക്കെയാന്ന് മിസ് കുട്ടികൾക്ക് പറഞ്ഞു തരാം മിസ് കേട്ടോ. സോ ലിസൺ കെയർഫുള്ളി. Computer is a smart machine. First one is our computer. Computer is a smart machine, and there are smart cars which are smart machines. Smart cars ഉണ്ടല്ലേ? സ്മാർട്ട് മെഷീൻസ് ആയിട്ടുള്ള സ്മാർട്ട് കാർഡ്സ് ഉണ്ട്. അതുപോലെ ഈ നിങ്ങൾ ഇത് പറഞ്ഞപ്പോഴാണ് ലാസ്റ്റ് ക്ലാസ് കട്ടായത് തോന്നുന്നു. നമ്മള് ടിവിയിൽ പരസ്യം കണ്ടിട്ടുണ്ടോ? അലക്സ എന്ന് പറഞ്ഞിട്ട്. അലക്സനോട് എന്ത് അലക്സ പ്ലേ മ്യൂസിക് എന്ന് പറയുമ്പോ അലക്സ മ്യൂസിക് പ്ലേ ചെയ്ത് തരാറില്ലേ? ഒരു പരസ്യം ഉണ്ട്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ടി വി കാണാറുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ, ഓക്കെ ഓക്കെ. ഓ വാവ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ്. ഓക്കെ, കാണാത്തവർക്ക് വേണ്ടിയിട്ട് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ആ വീഡിയോ കൊണ്ടുതരാം കേട്ടോ. മിസ്സിന് കിട്ടുമോ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നോ പ്രോബ്ലം. നെക്സ്റ്റ് ക്ലാസ് ഐ വിൽ ഷോ യു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ അലക്സ ആൻഡ് സിറി അതൊക്കെ എന്താ? നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്ന മെഷീൻസ് ആണ്. സിറി ഐഫോണിലുള്ളതാണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരുമ്പോ മക്കൾക്ക് മനസ്സിലാവും കേട്ടോ. ഇപ്പൊ അങ്ങനെ വിചാരിച്ചിരിക്കോ? ഓക്കെ, look at page number, take page number 8. All of you take your textbook and take page number 8. Page number 8. There are a lot of pictures, lot of images in your textbook. അല്ലേ? Page number 8 കുറെ pictures ഉണ്ടല്ലേ?
first thing is to identify those pictures. നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? There are 12 images. 12 pictures, 12 images ഉണ്ട് അതില്. അതിനെ ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അർജുൻ അമ്മേനോട് സംസാരിക്കാണോ? അർജുൻ രാജേഷ്, Arjun Rajesh, listen here. Okay. Arjun, അവിടെ ആരോട് അടിച്ചുവിട്ട് സംസാരാണല്ലോ എല്ലാവരും. Look at me. എന്നെ തന്നെ ശ്രദ്ധിക്കേ. Look at me. Look at the screen. Okay. നിങ്ങളുടെ ടെക്സ്റ്റിൽ അതേ പിക്ചേഴ്സ് മിസ്സിന്റെ സ്ക്രീനിൽ കാണുന്നില്ലേ? You can see the same pictures on the screen, right? Yes. Yes. Okay, this is the first picture. ഇത് ആർക്കെങ്കിലും മനസ്സിലായോ? What is it? Okay. Okay. Bread toaster ആണല്ലേ? Bread toast ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ ആണല്ലേ? Okay. Identify the... Okay, very good. Very good. Now third one. Mixie. Very good. Very good. It's a എന്തോ? It's a ആരോ എന്തോ പറഞ്ഞു. It's a car. Okay. It's a airplane. എന്തോ എവിടെയോ കാണാറുണ്ടെന്ന് ആരോ പറഞ്ഞല്ലോ. എന്തായിരുന്നു അത്? കുഴപ്പമില്ല, മിസ്സിനെ വിളിച്ച് പറഞ്ഞാ മതി ട്ടോ. Okay, listen. See, this is a car and this is a bike. Very good. This is Aeroplane. very good. This is an aeroplane. This is an aeroplane. Very good. Clock. And this one. Camera. Okay, this one. Calculator. Not mobile. It is a calculator. It's not a mobile. That's a calculator. അത് മൊബൈൽ അല്ല. അത് മൊബൈൽ അല്ല, കാൽക്കുലേറ്റർ ആണ് ട്ടോ. It look like a mobile, but that's not. And very good. Okay. Nail cutter. This is a bicycle, and this is not Teacher. What's this? Nail cutter. Nail cutter. Very good. And this is Scissor. scissor. Okay. Scissor. Very good. Okay. Okay. I heard everything. അപ്പോ എല്ലാവർക്കും എല്ലാ ഇമേജും അറിയാം അല്ലേ? You all know these. You can identify these pictures, right? എല്ലാവർക്കും എല്ലാ പിക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ആഹാ, നല്ല മക്കളാണല്ലോ. എല്ലാവരും എല്ലാം ഐഡന്റിഫൈ ചെയ്തല്ലോ. വെരി ഗുഡ്. ഓക്കെ, ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഇനി പഠിക്കാൻ പോകുന്ന മിസ് പറയാം. ടീച്ചർ പറയുന്നത്. Okay, listen. See, bread toaster, fridge, mixie. ഇതെല്ലാം റൺ ചെയ്യണമെങ്കിൽ എന്ത് വേണം? കറണ്ട്. Very good. Okay, മിസ് കേട്ടു. ഇനി എല്ലാവരും ശ്രദ്ധിക്കൂ. Okay, bread toaster, fridge, mixie. These things run on
ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന കറണ്ട് തന്നെയാണ് കേട്ടോ, ഇലക്ട്രിസിറ്റി. ഓക്കെ. ബ്രെഡ് ടോസ്റ്റർ, fridge, mixie. These machines work on electricity. These machines work on electricity. അങ്ങനെ ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന വേറെ എന്തൊക്കെ മെഷീൻസ് ഉണ്ട്? Tell me the name of other machines. Very good. Very good. Okay. Okay. Very good. കുറെ ഉണ്ടല്ലേ. ഫാൻ ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, അയൺ ബോക്സ് ഉണ്ട്, TV ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടല്ലേ. എല്ലാവരും ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യം മിസ് പറയാതെ തന്നെ അറിയാം. വെരി ഗുഡ് ചിൽഡ്രൻ. കമ്പ്യൂട്ടർ വർക്ക്സ് ഓൺ ഇലക്ട്രിസിറ്റി. പക്ഷെ ചില കമ്പ്യൂട്ടർ വേണം, ചിലതിന് വേണം. എന്നാൽ മൊബൈൽ അതവിടെ ഇരിക്കട്ടെ, അത് മിസ് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, ഐ ഹേർഡ് യു. എല്ലാവർക്കും അറിയാം, കുറെ കാര്യങ്ങൾ അറിയാം, മിസ്സിന് മനസ്സിലായി. നല്ല മക്കളാണ് കേട്ടോ. ഇനി മിസ് നെക്സ്റ്റ് പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. ലിസൺ ടു മീ കെയർഫുള്ളി. ഓക്കെ, ഓൾ ഓഫ് യു ലിസൺ ടു മീ. കാർ, ബൈക്ക്, എയറോപ്ലെയിൻ. അതിന് എന്തുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുക, ഐ മീൻ അത് റൺ ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ റോഡിലൂടെ ഓടിച്ചു പോകണമെങ്കിൽ കാറിൽ എന്ത് വേണം? ഫ്യൂവൽ ആണല്ലേ. ടയറോ? ഓക്കെ. അപ്പോ കാർ, ബൈക്ക്, എയറോപ്ലെയിൻ ഇതെല്ലാം റൺ ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത്? It requires fuel. ഫ്യൂവൽ വേണല്ലേ. ഫ്യൂവൽ എന്ന് പറഞ്ഞ മലയാളത്തില് ഇന്ധനം എന്ന് പറയും. ഇന്ധനം നമ്മൾ പെട്രോളും ഡീസലും ഒക്കെ ഒഴിക്കില്ലേ വണ്ടിക്ക്? അതില്ലെങ്കിൽ കാറും ബൈക്കൊക്കെ ഓടുവോ? ഇല്ല, വഴിയില് സ്റ്റോപ്പ് ആവൂല്ലേ തീർന്നു പോയാല്? യെസ്. അപ്പൊ സോ കാർ, ബൈക്ക്, എയറോപ്ലെയിൻ ഇങ്ങനത്തെ വെഹിക്കിൾസ് അല്ലേ. ഈ മെഷീൻസ് ഒക്കെ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? വാട്ട് ആർ ദ പർപ്പസ് ഓഫ് ദീസ് മെഷീൻസ്? Actually, very good. Okay. ജോലിക്ക് പോവാൻ. ഓക്കെ, വെരി ഗുഡ്. ജോലിക്ക് പോവാനൊക്കെ അല്ലേ. അപ്പൊ നമുക്ക് പെട്ടെന്ന് പണ്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും പോയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടല്ലോ, കുറെ ദൂരം നടന്നിട്ടൊക്കെ സ്കൂളിൽ പോയെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുറെ കിലോമീറ്റർ നടന്നിട്ടാ പോയെ. പക്ഷെ നമ്മൾക്കിപ്പൊ നടക്കണോ? നമുക്ക് സ്കൂൾ ബസ് ഉണ്ടല്ലേ. നമ്മൾ വീട്ടിൽ നിന്ന് സ്കൂൾ ബസ്സിൽ കയറി ഇരിക്കേ വേണ്ടു, പെട്ടെന്ന് സ്കൂളിലെത്തും നമ്മള് അല്ലേ. നമ്മൾ നടന്ന് കഷ്ടപ്പെടണോ? വേണ്ട. അപ്പോ ട്രാൻസ്പോർട്ടേഷന് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാറും ബൈക്കും എയ്റോപ്ലെയിനും ഒക്കെ ഉള്ള പോലത്തെ മെഷീൻസ് ഉപയോഗിക്കുന്നത് അല്ലേ. വി ആർ യൂസിങ് ഇറ്റ് ഫോർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് ഈ വെഹിക്കിൾസ് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോ കാറും ജീപ്പും എയ്റോപ്ലെയിനും മാത്രമല്ല അല്ലേ. വി നോ മെനി വെഹിക്കിൾസ്. ഒരുപാട് വെഹിക്കിൾസ് നമുക്ക് അറിയാം. അതിനെല്ലാം ഫ്യൂവല് വേണ്ട വെഹിക്കിൾസ് അറിയല്ലേ. ഓക്കെ, ബസ് ഉണ്ട്, പിന്നെ ജീപ്പ്, ഓക്കെ, സ്കൂട്ടി, ഓട്ടോറിക്ഷ, അങ്ങനെ കുറെ വെഹിക്കിൾസ് ഉണ്ടല്ലേ. ജീപ്പ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഗുഡ്. You know many vehicles that require fuel. So vehicles run on fuel. These kind of vehicles, that cars, bike, aeroplane, bus, those kind of vehicles run on fuel. Okay, look at the next picture. Now everybody keep quiet and listen to me. Ippelaru mindadirunna miss parayunna keka. Okay, listen to me carefully. Clock, camera, calculator, battery,
ആ ക്ലോക്കിൽ നമ്മൾ ബാറ്ററി ഇടുന്ന കണ്ടിട്ടുണ്ട് അവർക്കല്ലേ അമ്മയച്ഛനൊക്കെ? ഓ വാവ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ക്ലോക്ക് ആണല്ലേ, വെരി ഗുഡ്. എല്ലാരും കണ്ടിട്ടുണ്ടോ? ഡിഡ് യു സീ? ഡിഡ് യു സീ എ ബാറ്ററി? ബാറ്ററി കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഓക്കെ ഓക്കെ, ഓക്കെ ഓക്കെ, എല്ലാരും കണ്ടിട്ടില്ലേ? വെരി ഗുഡ്. ഓക്കെ, കേട്ടു മിസ്, എല്ലാരും കണ്ടിട്ടുണ്ട്, മിസ്സും കണ്ടിട്ടുണ്ട്. ആരെല്ലാം ബാറ്ററി മാറ്റി ഇട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ടോയ് ഓക്കെ ഓക്കെ ഓക്കെ, ഐ ഹേർഡ് യു, കേട്ടു. ഓക്കെ, പിന്നെ എന്താ മിസ് പറയാൻ വന്നത്? അത് മറന്നുല്ലോ. നിങ്ങളുടെ ടോയ് കാറിലൊക്കെ ഉണ്ടാവും അല്ലേ? ഹെലികോപ്റ്ററിലും ടോയ് കാറിലും ഒക്കെ ഉണ്ടാവും അല്ലേ ബാറ്ററീസ്? അല്ലെങ്കിൽ ഡോളിലെല്ലാം ബാറ്ററി ഉണ്ടാവും അല്ലേ? അങ്ങനെ കണ്ടിട്ടുണ്ടാവും, മിടുക്കന്മാരെന്നെപ്പാ. നെക്സ്റ്റ്, so the clock, camera, calculator, these are some example for machines which need battery to work. These machines need battery to work. ഈ മെഷീൻസിന് എന്തുണ്ടെങ്കിലും അവർ വർക്ക് ചെയ്യുള്ളൂ, ബാറ്ററി ചാർജ് വേണം അല്ലെ? ബാറ്ററിയിൽ ചാർജ് ഉള്ള ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ മാത്രമേ അവര് വർക്ക് ചെയ്യുള്ളൂ അല്ലേ? അല്ലെങ്കിൽ ക്ലോക്ക് ഒക്കെ നമ്മൾ സമയം നോക്കുമ്പോ ഏത് സമയം നോക്കിയാലും ഒരു ടൈം തന്നെ കാണും ബാറ്ററി ഇല്ലെങ്കിൽ അല്ലേ? ഓക്കെ, നെക്സ്റ്റ്, ബൈസിക്കിൾ, നെയിൽ കട്ടർ, സിസർ. ഇത് നമ്മൾ ചാർജ് ചെയ്യാനൊക്കെ വെക്കേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ ഓക്കെ, ഇതെല്ലാം നമ്മളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ പോവല്ലേ? ഇതെല്ലാം നമ്മുടെ ഹെൽപ്പ് വേണം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ വെരി ഗുഡ്. അതാരാ പറഞ്ഞത്? നമ്മുടെ എനർജി ഉപയോഗിച്ചിട്ടാണല്ലേ നമ്മൾ അത് അതിനൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഞാനിവിടെ എന്നെ കണ്ടില്ല ഞാൻ. ഓ വെരി ഗുഡ്, ഗുഡ് ഗേൾ. ഓക്കെ, അപ്പോ ബൈസിക്കിൾ, നെയിൽ കട്ടർ, സിസർ, ഇതെല്ലാം നമ്മളുടെ എന്താ പറയാ പവർ വേണം അല്ലേ? നീഡ് ഹ്യൂമൻ പവർ ടു വർക്ക്. ബൈസിക്കിൾ, നെയിൽ കട്ടർ, സിസർ, ഈ മെഷീൻസിനൊക്കെ എന്ത് വേണം? ഇറ്റ് നീഡ് ഹ്യൂമൻ പവർ ടു വർക്ക്. വർക്ക് ചെയ്യാൻ എന്ത് വേണം? ഹ്യൂമൻ പവർ വേണം അല്ലേ? അത് തന്നെ ഇങ്ങനെ കറണ്ടിൽ കുത്തിയാലൊന്നും വർക്ക് ചെയ്യില്ല അല്ലെ? കത്രികയിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ എടുത്ത് മുറിക്കണം, അല്ലെ നെയിൽ കട്ടർ നമ്മൾ ഇങ്ങനെ പിടിച്ച് കട്ട് ചെയ്യും. ബൈസിക്കിൾ കയറി എന്നിട്ട് നമ്മൾ കാല് വെച്ചിട്ട് ചവിട്ടിട്ട് ഓടിക്കല്ലേ റൈഡ് ചെയ്യുന്നത് അല്ലേ? സോ യാ, വെരി ഗുഡ്. യാ, ഇറ്റ് റിക്വയർ ഹ്യൂമൻ. എന്റെ ചേട്ടനും എനിക്കും സൈക്കിൾ ഉണ്ട്, വലിയ സൈക്കിളും കുഞ്ഞു സൈക്കിളും ഉണ്ടല്ലേ? അപ്പൊ മോൻ കയറിയിട്ട് ഓടിക്കല്ലേ? എനിക്കറിയാം, എല്ലാവർക്കും ഉണ്ടാവും എനിക്കറിയാം. മിസ്സിന്റെ വീട്ടില് ഹെലികോപ്റ്റർ ഉണ്ടല്ലോ, ആരുടെയൊക്കെ വീട്ടില് ഹെലികോപ്റ്റർ ഉണ്ട്? I have helicopter in my home. Do you have helicopter in your home? ഉണ്ടോ? മിസ്സിന്റെ വീട്ടില് ഹെലികോപ്റ്റർ ഇല്ല കേട്ടോ, മിസ് ചുമ്മാ പറഞ്ഞതാ, പറ്റിച്ചതാ മിസ്. മിസ്സിന്റെ വീട്ടിൽ ഒരു സ്കൂട്ടി മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ പഠിച്ചില്ലേ ഏതിനൊക്കെയാ ഇലക്ട്രിസിറ്റി വേണ്ടത്, ഏതിനൊക്കെയാ ഫ്യൂവല് വേണ്ടത്, ഏതിനൊക്കെയാ ബാറ്ററി വേണ്ടത്, ഏതിനൊക്കെയാ ഹ്യൂമൻ പവർ വേണ്ടതെന്ന് ജസ്റ്റ് കണ്ടല്ലേ നമ്മള്? നിങ്ങൾക്ക് ഇതൊന്നും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല, ഇതൊന്നും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. യു ഓൾറെഡി നോ എവറിത്തിങ്. നിങ്ങൾക്ക് എല്ലാം അറിയാം, സ്മാർട്ട് കിഡ്സ് ആണ്. യു ഓൾറെഡി നോ എവറിത്തിങ്. വെരി ഗുഡ്. യെസ്, ടെൽ മീ. എന്റെ വീട്ടില് ബൈക്ക് സ്കൂട്ടി ഉണ്ട്. അതെയോ? എടാ ഒന്ന് താടാ, രണ്ടെണ്ണോ? മിസ്സിന് ക്ലാസ്സിന് വരണമെങ്കിൽ സ്കൂട്ടി താ. ഓക്കെ, നോ പ്രോബ്ലം. വേണ്ട കേട്ടോ, മിസ്സിന് സ്കൂട്ടി ഒരെണ്ണം ഉണ്ട്.
അച്ഛന് ബൈക്ക് ഹെലികോപ്റ്റർ ഉണ്ടോ അതാരുടെ വീട്ടിലാ? ഓ നൈജലിന് ഹെലികോപ്റ്റർ. ലുക്ക് അറ്റ് നൈജൽ ഹെലികോപ്റ്റർ. എന്റെ കാറുണ്ട്. സി നൈജലിന്റെ കയ്യിൽ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്. എന്റെ വീട്ടില് കാർ. വെരി ഗുഡ്. മിസ്സിന്റെ കയ്യിൽ ഹെലികോപ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ശരിക്കും നൈജലിന്റെ കയ്യിൽ ഹെലികോപ്റ്റർ ശരിക്കും ഉണ്ടല്ലോ. എന്റെ വീട്ടില് സ്കൂട്ടി ഉണ്ട്. Okay, now listen carefully. Okay, very good. Now listen to me. Listen carefully. നമ്മൾ പഠിച്ചതൊന്ന് പെട്ടെന്ന് നോക്കാം. Let's review everything. അപ്പൊ നിങ്ങൾ കുറെ മെഷീൻസിന്റെ കാര്യം പറഞ്ഞു അല്ലേ? നമ്മളൊരു 12 മെഷീൻസിന്റെ ലാസ്റ്റ് പേജ് തന്നെ കണ്ടു. പിന്നെ come to the next page. Come to the page 9. Page 9ലേക്ക് വരുമ്പോ again you will get to see 4 pictures. 4 pictures അല്ലേ ആ പേജില്? You have 4 pictures on that page. അല്ലേ? First, you have to identify those pictures. First നിങ്ങൾ എന്ത് ചെയ്യണം? You have to identify those pictures. Okay? First one. Actually, these are the machines we use at home to make our work easier. നമ്മുടെ വർക്ക് ഈസി ആകാൻ വേണ്ടി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കുറച്ച് മെഷീൻസ് ആണ് അല്ലേ? ഓക്കെ, ഇതിൽ ക്വസ്റ്റില് പറഞ്ഞിരിക്കുന്നത് അതല്ലേ? വെരി ഗുഡ്. എല്ലാവരുടെ വീട്ടിൽ കാണും ഇത്. സോ മാച്ച് ദീസ് മെഷീൻസ് വിത്ത് ദെയർ കറക്റ്റ് യൂസ്. യൂസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു അതിന്റെ മീനിങ്. വാട്ട്സ് ദ മീനിങ് ഓഫ് ദ വേർഡ് യൂസ്? ഉപയോഗിക്കുക. വെരി ഗുഡ്. അപ്പൊ ഓരോ മെഷീന്റെ ഉപയോഗം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാം. വി ഹാവ് ടു ഫൈൻഡ് ദ യൂസ് ഓഫ് ഈച്ച് മെഷീൻ. വി ഹാവ് ടു ഫൈൻഡ് ദ യൂസ് ഓഫ് ഈച്ച് മെഷീൻ. ഓക്കെ, ഫസ്റ്റ് യു ഹാവ് ടു ഐഡന്റിഫൈ ദ മെഷീൻ. വാട്ട് ഈസ് ഇറ്റ്? ഫാൻ. Okay, I told you in the class. Okay, listen to me carefully before unmuting yourself. What is this? You should answer like this is a fan. This is a fan. Okay, fan parayade. This is a fan. But what is it? It is a fan. What is this? Last miss this this when you answer, you have to say this is a fan. Miss, what is it? Last end it. You have to say it is a fan. Okay? Okay, I'm going to ask it. What is this? What is this? It is a fan. Okay. It's a fan. Very good. Fan. This is a fan. Okay. What is it? This is a cooker. Okay. Washing machine. Okay, hold on. Okay, hold on. Hold on. Just keep quiet for a while. അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കണം കേട്ടോ. യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ്. അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കുക. കാരണം നമ്മൾ ഇനി വലിയ വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കുഞ്ഞു കുഞ്ഞു സെന്റൻസ് മേക്ക് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, ദിസ് ഇസ് എ ഫാൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടൊരു സെന്റൻസ് അല്ലേ? അതുപോലെ മിസ് എന്താണ് ചോദിക്കുമ്പോൾ ട്രൈ ടു ആൻസർ ഇറ്റ് ഇൻ സെന്റൻസ്. ഓക്കെ, സി വാട്ട് ഈസ് ഇറ്റ്? വാട്ട് ഈസ് ഇറ്റ്? Cooker. It is a cooker. It is a fan. Okay, okay, It is a fan. okay, okay, It is a cooker. okay. This is a cooker. Okay, this is a cooker. This is a pressure cooker. This is a pressure cooker. Okay, third picture. What is this? Okay, this is what is washing machine. Okay, very good. This is a washing machine. This is a washing machine. Okay, last picture. What is this? What's this? This is a okay, very good. This is a mixie.
Trishna, look at me. What are you doing over there? Okay, this is a mixie. This is a mixie. Okay. For what we are using fan? Fan എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? For what we are using fan? Tell me. Fan. For what we are using fan? Okay. Cool oven. Very good. Okay. 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 Coolness. Cool oven അല്ലേ? Yes. കാറ്റ് കിട്ടാൻ വേണ്ടിട്ടല്ലേ? Yes. Okay. And for what we are using pressure cooker? For what we are using pressure cooker? അത് ആയി കഴിഞ്ഞാല് കടന്ന് അടിക്കും. Oh, to cook food. Yeah, we are using pressure cooker to cook food. Okay, cook ചെയ്യാൻ വേണ്ടിട്ടാണല്ലേ? Okay. We are using cooker to cook food. എന്തെങ്കിലും ഫുഡ് ഓക്കെ അമ്മ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കാണാം അല്ലെ? എന്തെങ്കിലുമൊക്കെ അതിലിട്ടിട്ട് വെക്കും ഗ്യാസിന്റെ മേലെ, എന്നിട്ട് കുറച്ച് കഴിയുമ്പോ എന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കും അല്ലേ? ഒരു പുകയും പോവും. ഓഹോ. ഓക്കെ. And for what we are using washing machine? Washing machine എന്തിനാ ഉപയോഗിക്കുന്നത്? We use washing machine. നമുക്ക് തുണിയൊക്കെ പെട്ടെന്ന് വെക്കാൻ. Okay. 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 Very good. കഴുകുക കഴുകുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡ് അറിയോ? Okay. 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 Wash means കഴുകുക. Okay. Then തുണി എന്ന് പറഞ്ഞില്ലേ? What is the English word for that? Cloth. Okay. Okay. Very good. Very good. We use washing machine. We are using washing machines to wash clothes. We are using washing machine to wash our clothes. നമ്മുടെ ഡ്രസ് ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത്. And it runs on electricity. Very good. Okay. You have identified these pictures. നിങ്ങൾ ആ pictures